12/10/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 17/3/2007 മധുബൻ. ശ്രേഷ്ഠ വൃത്തിയിലൂടെ ശക്തിശാലി വൈബ്രേഷനും വായുമണ്ഡലവും ഉണ്ടാക്കുന്നതിൻ്റെ തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. ഇന്ന് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സാഗരമായ ബാബ്ദാദ തൻ്റെ സ്നേഹിയും വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയതുമായ ഓമന സന്താനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. എല്ലാ കുട്ടികളും ദൂരെ ദൂരെ നിന്നും സ്നേഹത്തിൻ്റെ ആകർഷണത്താൽ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു. മുന്നിലിരിക്കുന്നവർ ആയാലും ശരി, ദേശവിദേശങ്ങളിൽ ഇരുന്നു കൊണ്ടായാലും സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ 4 ഭാഗത്തുമുള്ള സർവ സ്നേഹിയും സർവ സഹയോഗിയും സഹചാരിയുമായ കുട്ടികളെ കണ്ട് ഹർഷിതമാകുന്നു. ബാബ്ദാദ കാണുകയാണ്, മെജോറിറ്റി കുട്ടികളുടെയും ഹൃദയത്തിൽ ഒരേ ഒരു സങ്കല്പമാണ് ഉള്ളത്. ഇപ്പോൾ എത്രയും വേഗം ബാബയെ പ്രത്യക്ഷമാക്കട്ടെ. ബാബ പറയുന്നു, എല്ലാ കുട്ടികളുടെയും ഉന്മേഷം വളരെ നല്ലതാണ്. എന്നാൽ ബാബയെ പ്രത്യക്ഷമാക്കാൻ സാധിക്കുന്നത് ആദ്യം സ്വയം തന്നെ ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി പ്രത്യക്ഷം ആക്കുമ്പോഴാണ്. അപ്പോൾ കുട്ടികൾ ബാബയോട് ചോദിക്കുന്നു, എപ്പോൾ പ്രത്യക്ഷമാകും? ബാബ കുട്ടികളോട് ചോദിക്കുന്നു, താങ്കൾ പറയൂ, താങ്കൾ എപ്പോൾ സ്വയം തന്നെ ബാബയ്ക്ക് സമാനമായി പ്രത്യക്ഷമാക്കും? തൻ്റെ സമ്പന്നമാകുന്നതിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തുവോ? ഫോറിനിലുള്ളവർ പറയാറുണ്ട്, 1 വർഷം മുമ്പേ ഡേറ്റ് ഫിക്സ് ചെയ്യാറുണ്ട് എന്ന്. അപ്പോൾ സ്വയം തന്നെ ബാബയ്ക്ക് സമാനമാക്കുന്നതിൻ്റെ മീറ്റിംഗ് പരസ്പരം നടത്തി ഡേറ്റ് ഫിക്സ് ചെയ്തുവോ? ബാബ്ദാദ കാണുന്നുണ്ട്, ഈയിടെ ഓരോ വിഭാഗത്തിൻ്റെയും മീറ്റിംഗ് വളരെയധികം നടക്കുന്നു. ഡബിൾ ഫോറിനേഴ്സിൻ്റെയും മീറ്റിംഗ് ബാബ്ദാദ കേട്ടു. വളരെ നന്നായി തോന്നി. എല്ലാ മീറ്റിംഗ്സും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ബാബ്ദാദ ചോദിക്കുന്നു, ഇതിൻ്റെ ഡേറ്റ് എപ്പോഴാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഈ ഡേറ്റ് ഡ്രാമ ഫിക്സ് ചെയ്യുമോ അതോ താങ്കൾ ഫിക്സ് ചെയ്യുമോ? ആര് ചെയ്യും? ലക്ഷ്യം താങ്കൾക്ക് വെക്കേണ്ടി തന്നെ വരും. ലക്ഷ്യം വളരെ നല്ലതിലും നല്ലതാണ്, മികച്ചതിലും മികച്ചത് വച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ കേവലം ഏതുപോലെ ലക്ഷ്യം വെച്ചുവോ അതനുസരിച്ച് ശ്രേഷ്ഠ ലക്ഷ്യത്തിൻ്റെ ലക്ഷണത്തെ സമാനമാക്കണം. ഇപ്പോൾ ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ അന്തരമുണ്ട്. എപ്പോഴാണോ ലക്ഷ്യവും ലക്ഷണവും സമാനമാകുന്നത്, അപ്പോൾ ലക്ഷ്യം പ്രാക്ടിക്കലിൽ വരും. എല്ലാ കുട്ടികളും എപ്പോഴാണോ അമൃതവേളയിൽ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നത്, സങ്കല്പം നടത്തുന്നത്, അപ്പോൾ അത് വളരെ നന്നായി ചെയ്യുന്നു. ബാബ്ദാദ 4 ഭാഗത്തുമുള്ള ഓരോ കുട്ടിയുടെയും ആത്മീയ സംഭാഷണം കേൾക്കുന്നു. വളരെ സുന്ദരമായ കാര്യങ്ങൾ പറയുന്നു. പുരുഷാർത്ഥവും വളരെ നന്നായി ചെയ്യുന്നു. എന്നാൽ പുരുഷാർത്ഥത്തിൽ ഒരു കാര്യത്തിൻ്റെ തീവ്രത ആവശ്യമാണ്. പുരുഷാർത്ഥം ഉണ്ട്, എന്നാൽ തീവ്ര പുരുഷാർത്ഥം വേണം. തീവ്രതയുടെ ദൃഢത, അതിൻ്റെ അഡിഷൻ ആവശ്യമാണ്. ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയെ പ്രതിയും ഈ ഒരു ആശയുണ്ട്. സമയമനുസരിച്ച് ഓരോരുത്തരും തീവ്ര പുരുഷാർത്ഥി ആകണം. നമ്പർ വൈസ് ആയിരുന്നാലും ബാബ്ദാദയ്ക്കറിയാം. എന്നാൽ നമ്പർ വൈസിലും തീവ്ര പുരുഷാർത്ഥം സദാ ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ ആവശ്യകതയുണ്ട്. സമയം സമ്പന്നമാകുന്നതിൽ തീവ്രമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് ബാബ് സമാൻ ആവുക തന്നെ വേണം. ഇതും നിശ്ചിതം തന്നെയാണ്. കേവലം ഇതിൽ തീവ്രത ആവശ്യമാണ്. ഓരോരുത്തരും സ്വയം ചെക്ക് ചെയ്യൂ.
ഞാൻ സദാ തീവ്ര പുരുഷാർത്ഥിയാണോ? കാരണം പുരുഷാർത്ഥത്തിൽ പരീക്ഷകൾ വളരെയധികം വരിക തന്നെ ചെയ്യും, വരിക തന്നെ വേണം. എന്നാൽ തീവ്ര പുരുഷാർത്ഥിയെ സംബന്ധിച്ച് പരീക്ഷയിൽ പാസ്സാകുന്നത് ഇത്രയും നിശ്ചിതമാണ്: തീവ്ര പുരുഷാർത്ഥി പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞു എന്ന വിധം. നടക്കണം എന്നല്ല, നടന്നു കഴിഞ്ഞു, ഇത് നിശ്ചിതമാണ്. സേവനവും എല്ലാവരും നല്ല താല്പര്യത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ് ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, വർത്തമാന സമയമനുസരിച്ച് ഒരേ സമയത്ത് മനസ്സ വാച കർമ്മണ, അതായത് പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും 3 പ്രകാരത്തിലുമുള്ള സേവനം ആവശ്യമാണ്. മനസ്സിലൂടെ അനുഭവം ചെയ്യിക്കണം, വാണിയിലൂടെ ജ്ഞാനത്തിൻ്റെ ഖജനാവുകളുടെ പരിചയം ഉണ്ടാക്കിക്കണം, പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും സമ്പൂർണ്ണ യോഗി ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ രൂപത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കണം. 3 സേവനവും ഒരേ സമയത്ത് ചെയ്യണം, പ്രത്യേകമല്ല. സമയം കുറവാണ്. സേവനം ഇപ്പോഴും വളരെയധികം ചെയ്യേണ്ടതുണ്ട്. ബാബ് ദാദ കണ്ടു, ഏറ്റവും സഹജമായ സേവനത്തിൻ്റെ ഉപാധിയാണ് വൃത്തിയിലൂടെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്, വൈബ്രേഷനിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കുന്നത്. കാരണം വൃത്തി ഏറ്റവും തീവ്രമായ ഉപാധിയാണ്. ഏതുപോലെ സയൻസിൻ്റെ റോക്കറ്റ് ഫാസ്റ്റായി പോകുന്നു, അതേപോലെ താങ്കളുടെ ആത്മീയ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും വൃത്തിയും ദൃഷ്ടിയും സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്നു. ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ടും വൃത്തിയിലൂടെ സേവനം ചെയ്യാൻ സാധിക്കും. കേട്ട കാര്യങ്ങൾ മറന്നു പോയേക്കാം, എന്നാൽ വായുമണ്ഡലത്തിൻ്റെ ഏതൊരു അനുഭവമുണ്ടായോ അത് മറക്കുന്നില്ല. ഏതുപോലെ മധുബനിൽ അനുഭവം ചെയ്തിട്ടുണ്ട്, ബ്രഹ്മബാബയുടെ കർമ്മഭൂമിയുടെയും യോഗഭൂമിയുടെയും ചരിത്രഭൂമിയുടെയും വായുമണ്ഡലം ഉണ്ട് എന്ന്. ഇപ്പോൾ വരെയും ഓരോരുത്തരും ആ വായുമണ്ഡലത്തിൻ്റെ ഏതൊരു അനുഭവമാണോ നേടുന്നത് അത് മറക്കുന്നില്ല. വായുമണ്ഡലത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ പതിയുന്നു. വാക്കിലൂടെ വലിയ വലിയ പ്രോഗ്രാംസ് നടത്തുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഓരോരുത്തരും തൻ്റെ ശ്രേഷ്ഠ ആത്മീയ വൃത്തിയിലൂടെ വൈബ്രേഷനിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കണം. എന്നാൽ വൃത്തി ആത്മീയവും ശക്തിശാലിയും ആകുന്നത് തൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ ആരെ പ്രതിയും തലകീഴായ വൃത്തിയുടെ വൈബ്രേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ്. തൻ്റെ മനസ്സിൻ്റെ വൃത്തി സദാ സ്വച്ഛമായിരിക്കണം. കാരണം ഏതെങ്കിലും ആത്മാവിനെ പ്രതി അഥവാ ഏതെങ്കിലും വ്യർത്ഥ വൃത്തിയോ ജ്ഞാനത്തിൻ്റെ കണക്കനുസരിച്ച് നെഗറ്റീവ് വൃത്തിയോ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് എന്നാൽ മാലിന്യം, അഥവാ മനസ്സിൽ മാലിന്യമുണ്ടെങ്കിൽ ശുഭവൃത്തിയിലൂടെ സേവനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം സ്വയം തന്നെ ചെക്ക് ചെയ്യൂ, എൻ്റെ മനസ്സിൻ്റെ വൃത്തി ശുഭവും ആത്മീയവുമാണോ? നെഗറ്റീവ് വൃത്തിയെപ്പോലും തൻ്റെ ശുഭഭാവനയിലൂടെ ശുഭകാമനയിലൂടെ നെഗറ്റീവിനെയും പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കാരണം നെഗറ്റീവിലൂടെ തൻ്റെ തന്നെ മനസ്സിൽ വ്യാകുലത ഉണ്ടാകുന്നുവല്ലോ, വേസ്റ്റ് തോട്ട്സ് നടക്കുന്നല്ലോ. അപ്പോൾ ആദ്യം സ്വയം ചെക്ക് ചെയ്യൂ, എൻ്റെ മനസ്സിൽ ഏതെങ്കിലും കുഴപ്പങ്ങൾ ഇല്ലല്ലോ. നമ്പർ വൈസാണ്, നല്ലവരുമുണ്ട്, ഒപ്പം കുഴപ്പക്കാരുമുണ്ട്. എന്നാൽ ഇവർ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താണോ റോങ് അതിനെ റോങ് ആയി മനസ്സിലാക്കണം, എന്താണോ റൈറ്റ് അതിനെ റൈറ്റായി മനസ്സിലാക്കണം. എന്നാൽ ഹൃദയത്തിൽ വയ്ക്കരുത്. മനസ്സിലാക്കുന്നത് വേറെ കാര്യമാണ്, നോളജ്ഫുൾ ആകുന്നത് നല്ലതാണ്. റോങ്ങിനെ റോങ് എന്ന് പറയുമല്ലോ. ചില കുട്ടികൾ പറയുന്നു, ബാബ അങ്ങേക്കറിയില്ല ഇവർ എങ്ങനെയുള്ളവരാണ്, അങ്ങ് നോക്കൂ അപ്പോൾ മനസ്സിലാകും. ബാബ അംഗീകരിക്കുന്നുണ്ട്, ഇങ്ങനെയാണ്
എന്ന് താങ്കൾ പറയുന്നതിന് മുമ്പേ തന്നെ മാനിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തൻ്റെ ഹൃദയത്തിൽ വൃത്തിയിൽ വയ്ക്കുന്നതിലൂടെ സ്വയവും വ്യാകുലമാകുന്നു. മോശമായ വസ്തു അഥവാ മനസ്സിലുണ്ടെങ്കിൽ, ഹൃദയത്തിലുണ്ടെങ്കിൽ, എവിടെ മോശമായ വസ്തു ഉണ്ടോ, വേസ്റ്റ് തോട്ട്സ് ഉണ്ടോ, അവർ വിശ്വമംഗളകാരി എങ്ങനെയാകും? നിങ്ങൾ ഏവരുടെയും ഓക്കുപേഷൻ എന്താണ്? ആരെങ്കിലും പറയുമോ നമ്മൾ ലണ്ടൻ്റെ മംഗളകാരിയാണ്, ഡൽഹിയുടെ മംഗളകാരിയാണ്, UP-യുടെ മംഗളകാരിയാണ് എന്ന്? അല്ലെങ്കിൽ എവിടെ വസിക്കുന്നുവോ അത് പോകട്ടെ, ദേശം അല്ല, സെൻറ്ററിൻ്റെ മംഗളകാരിയാണെന്ന്. ഓക്കുപേഷൻ എല്ലാവരും പറയുന്നത് വിശ്വമംഗളകാരിയാണ് എന്നാണ്. അപ്പോൾ എല്ലാവരും ആരാണ്? വിശ്വമംഗളകാരിയാണോ? ആണെങ്കിൽ കൈ ഉയർത്തൂ. എല്ലാവരും കൈ ഉയർത്തി. വിശ്വമംഗളകാരി, വിശ്വമംഗളകാരി. നല്ലത്. അപ്പോൾ മനസ്സിൽ മോശമായ യാതൊന്നും ഇല്ലല്ലോ. മനസ്സിലാക്കുന്നത് വേറെ കാര്യമാണ്. മനസ്സിലാക്കിക്കൊള്ളൂ, ഇത് റൈറ്റാണ്, ഇത് റോങ് ആണ്. എന്നാൽ മനസ്സിൽ ഇരുത്തരുത്. മനസ്സിൽ വൃത്തി വയ്ക്കുന്നതിലൂടെ ദൃഷ്ടിയും സൃഷ്ടിയും മാറിപ്പോകുന്നു. ബാപ്ദാദ ഹോംവർക്ക് നൽകിയിരുന്നു. എന്താണ് നൽകിയിരുന്നത്? ഏറ്റവും സഹജ പുരുഷാർത്ഥമാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. മാതാക്കൾക്കും ചെയ്യാൻ സാധിക്കും, വൃദ്ധർക്കും ചെയ്യാൻ സാധിക്കും, യുവാക്കൾക്കും ചെയ്യാൻ സാധിക്കും, കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കും. അത് ഈ വിധിയാണ്. കേവലം ഒരു കാര്യം ചെയ്യൂ. ആരുടെ സമ്പർക്കത്തിൽ വന്നാലും ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. അവർ ശാപം നൽകുന്നു എന്നിരിക്കട്ടെ, എന്നാൽ താങ്കൾ എടുക്കുന്ന കോഴ്സ് എന്താണ്? നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിൻ്റേത്. അപ്പോൾ സ്വയം തനിക്കും ആ സമയത്ത് കോഴ്സ് എടുക്കൂ. ചലഞ്ച് എന്താണ്? ചലഞ്ച് ഇതാണ്: പ്രകൃതിയെയും തമോ ഗുണിയിൽ നിന്നും സതോ ഗുണി ആക്കുക തന്നെ വേണം. ഇതാണല്ലോ ചലഞ്ച്, അല്ലേ? താങ്കൾ എല്ലാവരും ഈ ചലഞ്ച് ചെയ്തുവോ? പ്രകൃതിയെയും സതോ പ്രധാനമാക്കണം എന്ന്. ആക്കണമോ? തലകുലുക്കൂ, കൈവീശൂ. നോക്കൂ, ഒരാൾ മറ്റൊരാളെ കണ്ടുകൊണ്ട് വീശരുത്, ഹൃദയം കൊണ്ട് വീശണം. കാരണം ഇപ്പോൾ സമയമനുസരിച്ച് വൃത്തിയിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ വൃത്തിയിൽ അഥവാ അല്പമെങ്കിലും മാലിന്യം ഉണ്ടാകുമെങ്കിൽ വൃത്തിയിലൂടെ വായുമണ്ഡലം എങ്ങനെ ഉണ്ടാകുവാനാണ്? പ്രകൃതി വരെയും താങ്കളുടെ വൈബ്രേഷൻ പോകും. വാക്കുകൾ പോവുകയില്ല, വൈബ്രേഷൻ പോകും. വൈബ്രേഷൻ ഉണ്ടാകുന്നത് വൃത്തിയിലൂടെയാണ്. വൈബ്രേഷനിലൂടെ വായുമണ്ഡലം ഉണ്ടാകുന്നു. മധുബനിലും എല്ലാവരും ഒന്നുപോലെയല്ല. എന്നാൽ ബ്രഹ്മ ബാബയുടെയും അനന്യരായ കുട്ടികളുടെയും വൃത്തിയിലൂടെ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ വായുമണ്ഡലം ഉണ്ടായി. ഇന്ന് താങ്കളുടെ ദാദി ഓർമ്മ വരികയാണ്. ദാദിയുടെ വിശേഷത എന്താണ് കണ്ടത്? എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? ഒരിക്കലും എങ്ങനെയുള്ള വൃത്തിയുള്ളവരുടെയും കുറവുകൾ ദാദി മനസ്സിൽ വച്ചില്ല. എല്ലാവർക്കും ഉന്മേഷം വരുത്തി. താങ്കളുടെ ജഗദംബ മാതാവ് വായുമണ്ഡലം ഉണ്ടാക്കി. അറിഞ്ഞുകൊണ്ടും തൻ്റെ വൃത്തി സദാ ശുഭമാക്കി വച്ചു. ആ വായുമണ്ഡലത്തിൻ്റെ അനുഭവം താങ്കൾ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോളോ ഫാദർ ആണ് എങ്കിലും ബാബ്ദാദ എപ്പോഴും പറയുന്നു, ഓരോരുത്തരുടെയും വിശേഷതയെ അറിഞ്ഞ് ആ വിശേഷതയെ തൻ്റേതാക്കി മാറ്റൂ. ഓരോ കുട്ടിയിലും ഇത് നോട്ട് ചെയ്യുകയും വേണം. ആരാണോ ബാബ്ദാദയുടെ കുട്ടി ആയി മാറിയത്
ആ ഓരോരോ കുട്ടിയിലും മൂന്നാമത്തെ നമ്പർ ആയിരുന്നാൽ പോലും ഡ്രാമയിലെ ഈ ഒരു വിശേഷതയുണ്ട്. ബാബ്ദാദയുടെ വരദാനമുണ്ട്. 99 തെറ്റുകൾ ഉണ്ടായിരുന്നാൽ പോലും എല്ലാ കുട്ടികളിലും ഒരു വിശേഷത തീർച്ചയായുമുണ്ട്. ആ വിശേഷതയിലൂടെ എൻ്റെ ബാബ എന്ന് പറയുന്നതിൻ്റെ അവകാശിയായി. പരവശമാണ്, എന്നാൽ ബാബയോട് മുറിയാത്ത സ്നേഹമാണ്. അതിനാൽ ബാബ്ദാദ ഇപ്പോൾ സമയത്തിൻ്റെ സമീപത അനുസരിച്ച് ബാബയുടെ ഏതെല്ലാം സ്ഥാനങ്ങളുണ്ടോ, ഗ്രാമത്തിലായാലും വലിയ സോണിലായാലും സെൻറ്റേഴ്സിലായാലും, എന്നാൽ ഓരോ സ്ഥാനത്തും സഹചാരികളിലും ശ്രേഷ്ഠ വൃത്തിയുടെ വായുമണ്ഡലം ആവശ്യമാണ്. ഒരു വാക്ക് ഓർമ്മ വയ്ക്കൂ, ഇത്രമാത്രം. അഥവാ ആരെങ്കിലും ശാപം നൽകുന്നുവെങ്കിൽ പോലും സ്വീകരിക്കുന്നവൻ ആരാണ്? കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒരേ ആളാണോ അതോ രണ്ടാണോ? അഥവാ ആരെങ്കിലും താങ്കൾക്ക് ഏതെങ്കിലും മോശമായ വസ്തു നൽകിയാൽ താങ്കൾ എന്തു ചെയ്യും? തൻ്റെ പക്കൽ വയ്ക്കുമോ, അതോ തിരികെ കൊടുക്കുമോ, അതോ എറിഞ്ഞു കളയുമോ, അതോ അലമാരിയിൽ സൂക്ഷിച്ചു വയ്ക്കുമോ? അപ്പോൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കരുത്. കാരണം താങ്കളുടെ ഹൃദയം ബാബ്ദാദയുടെ സിംഹാസനമാണ്. അതിനാൽ ഒരു വാക്ക് ഇപ്പോൾ മനസ്സിൽ ഉറപ്പിച്ച് ഓർമ്മിക്കൂ. വായിൽ അല്ല, മനസ്സിൽ ഓർമ്മിക്കൂ. ആശീർവാദങ്ങൾ നൽകണം, ആശീർവാദങ്ങൾ നേടണം. യാതൊരു നെഗറ്റീവ് കാര്യവും മനസ്സിൽ വയ്ക്കരുത്. ശരി, ഒരു കാതിലൂടെ കേട്ടു, മറുകാതിലൂടെ കളയേണ്ടത് താങ്കളുടെ ജോലിയാണോ അതോ മറ്റുള്ളവരുടെ ജോലിയാണോ? അപ്പോൾ മാത്രമേ വിശ്വത്തിൽ ആത്മാക്കളിൽ ഫാസ്റ്റ് ഗതിയുടെ സേവനം വൃത്തിയിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റേത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിശ്വപരിവർത്തനം ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ഓർമ്മ വയ്ക്കും? മനസ്സുകൊണ്ട് ഓർമ്മ വച്ചുവോ? ആശീർവാദം എന്ന വാക്ക് ഓർമ്മ വയ്ക്കൂ, ഇത്രമാത്രം. കാരണം താങ്കളുടെ ജഡചിത്രം എന്താണ് നൽകുന്നത്? ആശീർവാദം നൽകുന്നുവല്ലോ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ആശീർവാദം ആവശ്യപ്പെടുന്നുവല്ലോ. ആശീർവാദം ലഭിക്കുന്നു, അതിനാലാണ് ആശീർവാദം ആവശ്യപ്പെടുന്നത്. താങ്കളുടെ ജഡചിത്രം ലാസ്റ്റ് ജന്മത്തിൽ പോലും ആശീർവാദം നൽകുന്നു. വൃത്തിയിലൂടെ അവരുടെ കാമനകൾ പൂർത്തീകരിക്കുന്നു. അപ്പോൾ താങ്കൾ പലതവണ ഇങ്ങനെ ആശീർവാദം നൽകുന്നവർ ആയിട്ടുണ്ട്. അതിനാലാണ് താങ്കളുടെ ചിത്രവും ഇപ്പോൾ വരെയും ആശീർവാദങ്ങൾ നൽകുന്നത്. ശരി, പരവശ ആത്മാക്കൾക്ക് അഥവാ ഒരൽപ്പം ക്ഷമയുടെ സാഗരത്തിൻ്റെ കുട്ടികൾ ക്ഷമ നൽകിയെങ്കിൽ നല്ലത് തന്നെയാണല്ലോ. താങ്കൾ ഏവരും ക്ഷമയുടെ മാസ്റ്റർ സാഗരമാണോ? ആണോ അതോ അല്ലേ? ആണല്ലോ. പറയൂ, ആദ്യം ഞാൻ ഇതിൽ അർജുനൻ ആകൂ. ഇങ്ങനെയുള്ള വായുമണ്ഡലമുണ്ടാക്കൂ. അതായത് ആര് മുന്നിൽ വന്നാലും അവർ എന്തെങ്കിലുമൊക്കെ സ്നേഹം എടുക്കട്ടെ, സഹയോഗം എടുക്കട്ടെ, ക്ഷമയുടെ അനുഭവം ചെയ്യട്ടെ, ധൈര്യത്തിൻ്റെ അനുഭവം ചെയ്യട്ടെ, സഹയോഗത്തിൻ്റെ അനുഭവം ചെയ്യട്ടെ, ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ അനുഭവം ചെയ്യട്ടെ. ഇങ്ങനെ സാധ്യമാണോ? സാധ്യമാണോ? ആദ്യത്തെ ലൈനിലുള്ളവർ സാധ്യമാണോ? കൈ ഉയർത്തൂ. ആദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും ചെയ്യുമോ? ടീച്ചേഴ്സ് ചെയ്യുമോ? ശരി. പല സ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളുടെ ഇമെയിലും കത്തും വരിക തന്നെ ചെയ്യുന്നു. ആരാണോ കത്തും എഴുതിയിട്ടില്ലാത്തത് എന്നാൽ സങ്കല്പം എടുത്തത്, അപ്പോൾ സങ്കല്പിച്ചവരുടെയും സ്നേഹസ്മരണകൾ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. വളരെ മധുരമധുരമായ കത്തെഴുതുന്നു. ഇവർ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും പറന്നുകൊണ്ടേയിരിക്കും എന്ന് തോന്നും വിധത്തിൽ കത്തെഴുതുന്നു. ഏതായാലും നല്ലതാണ്. കത്തെഴുതുന്നതിലൂടെ സ്വയം തന്നെ ബന്ധനത്തിൽ ബന്ധിക്കുന്നു.
വാക്ക് കൊടുക്കുന്നുവല്ലോ. എവിടെയിരുന്നും കണ്ടുകൊണ്ടിരിക്കുകയോ കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന 4 ഭാഗത്തുമുള്ളവർ ആരാണോ അവരെല്ലാവർക്കും ബാബ്ദാദ മുന്നിൽ ഇരിക്കുന്നവരെക്കാളും മുമ്പേ സ്നേഹസ്മരണകൾ നൽകുകയാണ്. കാരണം ബാബ്ദാദയ്ക്കറിയാം, ചിലയിടത്ത് ഒരു സമയമാണ്, ചിലയിടത്ത് മറ്റൊരു സമയമാണ്. എന്നാൽ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ഇരിക്കുകയാണ്, ഓർമ്മയിൽ കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ശരി, എല്ലാവരും സങ്കൽപ്പിച്ചു തീവ്ര പുരുഷാർത്ഥം ചെയ്ത് നമ്പർ 1 ആവുക തന്നെ വേണം. ചെയ്തുവോ? കൈ ഉയർത്തൂ. ശരി, ഇപ്പോൾ ടീച്ചേഴ്സ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ലൈൻ തീർച്ചയായും ഉണ്ടല്ലോ, നല്ലതാണ്. ബാബ്ദാദ ഈ ഒരു ഡയറക്ഷനും നൽകിയിട്ടുണ്ട്. മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് ലഭിച്ചാലും അതിൽ മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യൂ. കാരണം ഈ കാലത്ത് എക്സസൈസിൻ്റെ ലോകമാണ്. അപ്പോൾ 5 മിനിറ്റിൽ മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യൂ. മനസ്സിനെ പരംധാമത്തിലേക്ക് കൊണ്ടുപോകൂ. സൂക്ഷ്മവദനത്തിൽ ഫരിസ്താസ്ഥിതി ഓർമ്മിക്കൂ. പിന്നെ പൂജ്യ രൂപം ഓർമ്മിക്കൂ. പിന്നെ ബ്രാഹ്മണ രൂപം ഓർമ്മിക്കൂ. പിന്നെ ദേവതാരൂപം ഓർമ്മിക്കൂ. എത്രയായി? 5. അപ്പോൾ 5 മിനിറ്റിൽ ഈ 5 എക്സസൈസ് ചെയ്യൂ. മുഴുവൻ ദിവസത്തിലും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഇത് ചെയ്യുവാൻ സാധിക്കും. ഇതിനു വേണ്ടി മൈതാനം ആവശ്യമില്ല, ഓടേണ്ട ആവശ്യമില്ല, കസേര ആവശ്യമില്ല, സീറ്റ് ആവശ്യമില്ല, മെഷീൻ ആവശ്യമില്ല. ഇതുപോലെ മറ്റ് ഡ്രിൽ എക്സസൈസ് ശരീരത്തിന് ആവശ്യമുണ്ടോ? അത് ചെയ്തുകൊള്ളൂ, അതിനെ വിലക്കില്ല. എന്നാൽ ഈ മനസ്സിൻ്റെ ഡ്രിൽ എക്സസൈസ് മനസ്സിനെ സദാ സന്തോഷമാക്കി വയ്ക്കും, ഉന്മേഷത്തിലും ഉത്സാഹത്തിലും വയ്ക്കും, പറക്കുന്ന കലയുടെ അനുഭവം ഉണ്ടാക്കിക്കും. ഇപ്പോൾ ഈ ഡ്രിൽ എല്ലാവരും ആരംഭിക്കൂ. പരംധാമം മുതൽ ദേവത വരെ ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള സദാ തൻ്റെ വൃത്തിയിലൂടെ ആത്മീയ ശക്തിശാലി വായുമണ്ഡലം ഉണ്ടാക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ ശക്തിശാലി വൈബ്രേഷനിലൂടെ തൻ്റെ സ്ഥാനത്തിൻ്റെയും സ്ഥിതിയുടെയും അനുഭവം ചെയ്യിക്കുന്ന ദൃഢസങ്കല്പമുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ആശീർവാദം നൽകുകയും ആശീർവാദം നേടുകയും ചെയ്യുന്ന ദയാഹൃദയരായ ആത്മാക്കൾക്ക് സദാ സ്വയം പറക്കുന്ന കല അനുഭവിക്കുന്ന ഡബിൾ ലൈറ്റ് ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: വിശാല ബുദ്ധിയിലൂടെ സംഘടനയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന സഫലതാ സ്വരൂപമായി ഭവിക്കട്ടെ. സംഘടനയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുക, ഇത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠ കാര്യമാണ്. ഇതിനു വേണ്ടി എപ്പോഴാണോ ഏതെങ്കിലും കാര്യം മെജോറിറ്റിയും വെരിഫൈ ചെയ്യുന്നത്, അപ്പോൾ എവിടെയാണോ മെജോറിറ്റി അവിടെ ഞാൻ. ഇതുതന്നെയാണ് സംഘടനയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നത്. ഇതിൽ എൻ്റെ വിചാരങ്ങൾ വളരെ നല്ലതാണ് എന്ന് വീമ്പ് പറയരുത്. എത്ര തന്നെ നല്ലതായിക്കൊള്ളട്ടെ, എന്നാൽ എവിടെ സംഘടന തകരുന്നുവോ അപ്പോൾ ആ നല്ലതും സാധാരണമായി പോകും. ആ സമയത്ത് തൻ്റെ വിചാരങ്ങൾ ത്യജിക്കേണ്ടി വന്നാലും ത്യാഗത്തിൽ തന്നെയാണ് ഭാഗ്യമുള്ളത്. ഇതിലൂടെ സഫലതാ സ്വരൂപമാകും, സമീപ സംബന്ധത്തിൽ വരും. സ്ലോഗൻ: സർവസിദ്ധികളും പ്രാപ്തമാക്കുന്നതിനായി മനസ്സിൻ്റെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. സമയമനുസരിച്ച് ഇപ്പോൾ മനസ്സായും വാചായും ഒരുമിച്ച് സേവനം ചെയ്യൂ. എന്നാൽ വാചാ സേവനം സഹജമാണ്. മനസ്സായിൽ
അറ്റൻഷൻ നൽകുന്നതിൻ്റെ കാര്യമുണ്ട്. അതിനാൽ സർവ ആത്മാക്കളെയും പ്രതി മനസ്സിൽ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സങ്കല്പം ഉണ്ടായിരിക്കണം. വാക്കിൽ മധുരതയുടെയും സന്തുഷ്ടതയുടെയും സരളതയുടെയും നവീനത ഉണ്ടായിരിക്കണം. അപ്പോൾ സേവനത്തിൽ സഹജമായി സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിൽ സ്പർശിക്കും. അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.